ആദ്യം കോഴിക്കോട്ടെ കൊലപാതക വാർത്തയിലേക്കാണ്. കോഴിക്കോട് വെള്ളയിൽ ശ്രീകാന്ത് കൊലക്കേസിലെ പ്രതി അറസ്റ്റിൽ. വെള്ളയിൽ സ്വദേശി ധനീഷാണ് അറസ്റ്റിലായത്. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകത്തിന് തലേ ദിവസം ശ്രീകാന്തിന്റെ കാറ് കത്തിച്ചതും ധനീഷാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ അമ്മയെക്കുറിച്ച് ശ്രീകാന്ത് അപമര്യാദയെ സംസാരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് പണിക്കർ റോഡിൽ വെച്ചാണ് അതിരാവിലെ ഈ സംഭവം ഉണ്ടായത്. ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ വെച്ചാണ് ശ്രീകാന്തിനെ പ്രതി ധനേഷ് വെട്ടിക്കൊന്നത്. പ്രതി കൃത്യം നടത്താൻ വരുന്നതും കൃത്യം നടത്തി തിരിച്ചു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള ദൃക്സാക്ഷിമൊഴിയും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. വെള്ളയിൽ ബീച്ച് പരിസരത്തെ 30ഓളം CCTVകൾ ഇതിനായി പരിശോധിച്ചു. ആദ്യം വെള്ളയിൽ CIയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പിന്നീട് ടൗൺ ACP സുരേഷ് KGയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. സിറ്റീസ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളും സംഘത്തിൽ. ശ്രീകാന്തിനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു തലേ ദിവസമാണ് ഈ കാർ കത്തി നശിച്ചത്. ഈ കാർ കത്തിച്ചതിനു പിന്നിലും പ്രതി ധനേഷാണ്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയും ACP അനോജ് പല്ലിവാളും വെള്ളയിൽ സ്റ്റേഷനിലെത്തിയിരുന്നു. ഈ സംഭവം നടന്ന പ്രധാനപ്പെട്ട കാരണം ഒരു പേഴ്സണൽ എനിമിറ്റിയാണോ നമ്മളെ ഇതുവരെ നമുക്ക് മനസ്സിലാക്കി സാധിച്ചത്. അതിലെ ബന്ധപ്പെട്ട തുടർ അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ട്. ബാക്കി നമ്മളിപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവർക്ക് കോടതിയിൽ ഹാജരാക്കും. ബാക്കി നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗം പൂർത്തിയാക്കുന്നുണ്ട്. കൃത്യത്തിൽ ഒരാൾക്ക് മാത്രമാണ് പങ്കെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു. ഒരു ആയുധം മാത്രമാണ് വെട്ടാൻ ഉപയോഗിച്ചത്. 18ഓളം വെട്ടുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ധനേഷ് അടിപിടി കേസുകളിൽ പ്രതിയാണ്. കൊല്ലപ്പെട്ട ശ്രീകാന്ത് കൊലപാതക കേസിൽ പ്രതിയായിരുന്നു. പ്രതിയും ശ്രീകാന്തും ബന്ധുക്കളാണ്. പ്രതിയെ കൊലപാതകം നടന്ന പണിക്കർ റോഡിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മിഥില ബാലൻ, 24 കോഴിക്കോട്.